തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ CPI-യും കേരള കോൺഗ്രസ് എമ്മും തമ്മിൽ രൂക്ഷമായ ഭിന്നിപ്പുണ്ട്. കേരള കോൺഗ്രസ് എമ്മിന് അമിതമായ പ്രാധാന്യം നൽകി ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം കോട്ടയത്തെ ഘടകകക്ഷി അവർ മാത്രമാണ് എന്ന വിലയിരുത്തലിലേക്ക് പോവുകയാണോ എന്ന് CPI നേതാക്കൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. വൈക്കത്ത് MLA ആയിട്ടുള്ള ആശയും അതുപോലെ CPI-യുടെ പ്രാദേശിക നേതാക്കളും എല്ലാം കേരള കോൺഗ്രസ് എമ്മിനെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുകയാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കൃത്യമായി പറയുന്നത് CPI-ക്ക് ഇനിയും ഇടതുപക്ഷത്തിൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ദേശീയ രാഷ്ട്രീയത്തിൽ അവലംബിച്ചതുപോലെ തന്നെ കോൺഗ്രസിനോടൊപ്പം അഥവാ UDF-നോടൊപ്പം ചേരേണ്ട സാഹചര്യം അത് കൃത്യമായി വന്നിരിക്കുകയാണ്. ആ സാഹചര്യത്തെ മുതലാക്കാൻ CPI നേതാക്കൾ തയ്യാറാകണം എന്നാണ് ജോസഫ് ഗ്രൂപ്പ് നേതാക്കൾ പറയുന്നത്. നമുക്കറിയാം, PJ ജോസഫും മോൻസ് ജോസഫും മാത്രമാണ് നിലവിൽ ജോസഫ് ഗ്രൂപ്പിലെ MLA-മാരെങ്കിൽ പോലും അവർക്ക് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കോട്ടയത്ത് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോമസ് ചാഴിക്കാടിൻ്റെ പരാജയം, അതിനുശേഷം അവിടെ നടന്ന ഗ്രൂപ്പ് വിഭാഗീയത, തർക്കങ്ങൾ, ഇതെല്ലാം വരച്ചു വയ്ക്കുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗം പിളർന്നിരിക്കുന്നു. അതിൽ അണികൾ സംതൃപ്തരല്ല, അസംതൃപ്തരാണ്. പല ഭാഗങ്ങളിലേക്ക് പല രീതിയിലേക്ക് സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നു. സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ ജോസ് കെ മാണിക്ക് കഴിയുന്നില്ല. ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാൻ ജോസ് കെ മാണിയും കൂട്ടരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാരായ പ്രവർത്തകർ അതിനെ അംഗീകരിക്കുന്നില്ല. ഇടതുപക്ഷവുമായി വലിയ സൗഹൃദം വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രാദേശിക നേതാക്കൾ തീരുമാനിക്കുന്ന സാഹചര്യമുണ്ട്. ജോസഫ് ഗ്രൂപ്പിലേക്ക് ചില നേതാക്കൾ പോകുന്നുണ്ട്. സജി മഞ്ഞക്കടമ്പൻ്റെ വിഷയമൊക്കെ വലിയ തോതിൽ ചർച്ചയായി പിന്നെയും വരികയാണ്. ഇവിടെ എടുത്തു പറയേണ്ടത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ പിളർത്താൻ CPI-യും വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അത് CPI-ക്ക് ദോഷകരമാകും. മാണി കോൺഗ്രസിന് കൂടുതൽ പ്രാതിനിധ്യം പാലാ നഗരസഭയിൽ മാത്രമല്ല, കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ മാത്രമല്ല, സർവ്വ ഗ്രാമപഞ്ചായത്തുകളിലും വലിയ തോതിലുള്ള ഹൈപ്പിലേക്ക് കൊണ്ടുപോകാൻ എന്തിനാണ് CPI-എമ്മിന് ഇത്ര താല്പര്യം എന്നുള്ളത് അറിയില്ല എന്നും CPI-യെ ഇപ്പോൾ വലിയ തോതിൽ പുറകിൽ നിന്ന് കുത്തലാണ് CPI-എം നേതാക്കൾക്ക് പണിയെന്നും അത് പല ജില്ലകളിലും പല ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം വരുമ്പോഴെങ്കിലും CPI നേതാക്കൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നുവെന്നും ഇനി ഈ ചതിപ്രയോഗവുമായി ഒരേ മുന്നണിയിൽ ചിരിച്ചുകൊണ്ട് തുടരാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് പല നേതാക്കളും എത്തിച്ചേരുന്നത്. കേരള കോൺഗ്രസ് എമ്മിന് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട്, അതും അതിലധികവും നൽകുന്നുണ്ട്. എന്നാൽ CPI-ക്ക് പ്രാതിനിധ്യം കുറയുന്നു. ഏതെങ്കിലും ഒരു സഖ്യകക്ഷി വന്നാൽ അതിൻ്റെ പേരിൽ CPI-യുടെ പ്രാതിനിധ്യം കുറയ്ക്കുക എന്നുള്ളത് ശരിയായൊരു മനോഭാവമല്ല എന്ന് തുറന്നടിച്ചിരിക്കുന്നു.